ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഡൽഹിയിലെ മനോഹരമായ ഇന്ത്യ ഗേറ്റിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ച് പോവുകയാണ്, നമ്മുടെ കേരളത്തിലെ ചായയുടെയും വടയുടെയും ആ ഒരു സ്വാദ് അതിവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാൽ അങ്ങനെയുള്ളൊരു കേരള സ്റ്റോർ ഇവിടെ ഉണ്ട്. ആ സ്റ്റോർ നിങ്ങൾക്ക് കാണണോ? എങ്കിൽ വാ. ഇന്ത്യ ഗേറ്റും അതിനെ മനോഹരമാക്കുന്ന പൂക്കളുടെ ഭംഗിയുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫുഡ് കോർട്ട് എന്നെഴുതിയ ബോർഡ്. ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് 20 മീറ്ററോളം നടക്കണം. അതിന് മുമ്പായിട്ട് കാണുന്നതാണ് ഒരു അണ്ടർഗ്രൗണ്ട്. ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ പ്രവർത്തന ഘട്ടങ്ങളെ പറ്റിയുള്ള ആ ഒരു വിവരണങ്ങളുമെല്ലാം പ്രത്യേകം ഒരു ചാർട്ടായിട്ട് നമുക്കിവിടെ കാണാം. വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഫുൾ ചരിത്രം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അതും പിന്നീട് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കോറിഡോറിലോട്ട് ചെല്ലുന്നു. ആ കോറിഡോറിൻ്റെ അകത്താണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ കുടുംബശ്രീയുടെ ആ ഒരു മനോഹരമായ സ്റ്റോൾ. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോളാണിത്. ഈ സ്റ്റോളിൻ്റെ പ്രത്യേകത കണ്ടോ, നല്ല വട, മൊരിച്ച വട, പിന്നെ വാഴക്കയപ്പം, ഉഴുന്നുവട, പിന്നെ ഇതിൻ്റെ ഒരു വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിളാണ്. അകത്തെല്ലാം നല്ല വൃത്തി, നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മെനുവൊക്കെ നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ചായയും പരിപ്പുവടയും ഓർഡർ ചെയ്തു. അപ്പോൾ ചായയും പരിപ്പുവടയും കുടിച്ചപ്പോൾ, ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുടിച്ചപ്പോൾ ആ ഒരു ഫീലുണ്ട്. അത് അന്യായ ഫീലാണ് കേട്ടോ. ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്ര നിമിഷങ്ങൾക്ക് മൂകസാക്ഷിയായ ആ ഇന്ത്യ ഗേറ്റ് ഞാൻ ദൂരെ നിന്ന് നോക്കിക്കണ്ടു. എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയ പോലെ എനിക്ക് തോന്നി. ഡൽഹിയിലെ വ്യത്യസ്തമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.